പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രാമന്തളി ഡിവിഷനിലെ സ്ഥാനാർത്ഥി സബീർ ഹമീദ് അല്ലേ? അഡ്വക്കേറ്റ് ആണ്, കന്നി അംഗമാണ്. എങ്ങനെയാണ് ഒരു വിജയ പ്രതീക്ഷ എത്രത്തോളമാണ് ഈ നിമിഷത്തില്? തീർച്ചയായും ഈ ഡിവിഷനിൽ നല്ലൊരു വിജയ പ്രതീക്ഷ ഉണ്ട്. അതൊക്കെ ഈ 11 വാർഡുകളിലും ഡിവിഷനിൽപ്പെട്ട 11 വാർഡുകളിലും സന്ദർശിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം വോട്ടിങ്ങിലൂടെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഇപ്പൊ ഏറ്റവും അവസാന ലാപ്പിലാണല്ലേ എല്ലാവരെയും കണ്ട് ഒന്നുകൂടി വോട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് അവരിൽ നിന്ന് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ? പ്രധാനപ്പെട്ട ഒരുപാട് ആവശ്യങ്ങൾ ഓരോ വാർഡിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ബ്ലോക്ക് ഡിവിഷനിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും പല വാർഡുകളിൽ നിന്നും ചോദ്യമുണ്ട്. കാരണം ബ്ലോക്കിന്റെ ഒരു ഫണ്ടും ഈ പ്രദേശത്ത് ഭൂരിപക്ഷം വാർഡുകളിലും ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ വടക്കുംപാട് പ്രദേശം, തൊട്ടടുത്തുള്ള കോപ്പുറം, മറ്റങ്ങനെ പല ഭാഗങ്ങളിലും ബ്ലോക്കിന്റെ ഫണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ബ്ലോക്ക് മെമ്പർ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ജനങ്ങൾ ചോദിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഏതായാലും അതിനൊക്കെ ഒരു മാറ്റം വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വ്യത്യസ്തമായ പല വികസന കാര്യങ്ങളും പല വാർഡുകളിലും ചെയ്യാനുണ്ട്. അത് ഓരോന്നും എടുത്തെടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചൂളക്കടവ്, തിരുത്തുമ്മൽ കോളനി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം, രാമന്തളി പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് തളിക്കുളം. അത് നവീകരിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോകുന്ന ആവശ്യകതയുണ്ട്. 3-ാം വാർഡിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കാര്യം, മറ്റു പല ഓരോരോ വാർഡിലും വ്യത്യസ്തമായ പല കാര്യങ്ങളും. രാമന്തളി വായനശാല വളരെ ശോചനീയ അവസ്ഥയിലാണ് രാമന്തളി വായനശാല കെട്ടിട്ടുള്ളത്. ബ്ലോക്കിന്റെ ഫണ്ട് ഉപയോഗിച്ച് അത് നവീകരിക്കാൻ പറ്റും. അങ്ങനെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ വിജയിച്ചു വരികയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? തീർച്ചയായും പരമാവധി എല്ലാ വാർഡുകളിലും വികസന കാര്യത്തിന്റെ ഒരു കരട് പ്രകടന പത്രികയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരിൽ ഒരാളായിക്കൊണ്ട്, ഒരു മെമ്പർ എന്ന നിലക്ക് മാത്രമല്ല, എൻ്റെ ഡിവിഷനിലെ ഓരോ ആളുകളുടെയും കൂടെ അവരിൽ ഒരാളായി തന്നെ നിന്നുകൊണ്ട് വികസന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് അവരൊരു അവസരം തരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ വീടുകളിലൊക്കെ പോയി കാണുന്ന സമയത്ത് അവരുടെ അടുക്കുന്നുള്ള ഒരു റെസ്പോൺസ് നല്ല പ്രതികരണമാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആൾക്കാരും നല്ലൊരു രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ആ സ്വീകരണവും സ്നേഹവും കാണുമ്പോൾ നല്ലൊരു പ്രതീക്ഷയുണ്ട്, വിജയിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നമ്മുടെ ഈ യാത്രാ ക്ലേശങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിലോട്ട് വെക്കുന്നുണ്ടോ? ഉണ്ട്. റോഡിന്റെ അവസ്ഥ നമ്മുടെ പഞ്ചായത്തിലെ പല പ്രദേശത്തും, പ്രത്യേകിച്ച് ആജി റോഡ് പ്രദേശത്ത് കാലാകാലമായിട്ടുള്ള വെള്ളക്കെട്ട് പ്രശ്നം, റോഡിന്റെ ശോചനീയ അവസ്ഥ, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുക്കും. അതിനുവേണ്ടി കർമ്മ പദ്ധതികൾ തയ്യാറാക്കും. നമുക്ക് തോന്നുന്നത് അപര്യാപ്തമായി കിടക്കുന്നത് നമുക്ക് കർമ്മ പദ്ധതികളൊന്നും വേണ്ട രീതിയിൽ ആവിഷ്കരിക്കാത്തതാണ്. ജനങ്ങളുടെയും അവരുടെയും കൂടി അഭിപ്രായങ്ങൾ തേടിയ ശേഷം കർമ്മ പദ്ധതികൾ ഉണ്ടാക്കി അതിനുവേണ്ടി വികസനത്തിന് മുന്നോട്ട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനു മുൻപ് ഈ പറയുന്നത് പോലെ ഈ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ? അതെ, സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ വലിയ ഒരു സേവകനായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകിയാണ് ഇത്രയും വർഷം, 10-30 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാണാനും അവരെ പരിചയപ്പെടാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഡിവിഷനിലെ എല്ലാ ഭാഗത്തിലെ ആളുകളുമായിട്ടും നല്ല ബന്ധമുണ്ട്. അവരൊക്കെ നേരിട്ട് അറിയാം, അവരുടെ ആവശ്യങ്ങൾ അറിയാം, അവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെ. ഇപ്പോൾ വിജയിച്ചു വരികയാണെങ്കിൽ അങ്ങനെ ആളുകൾക്കിടയിൽ അവരിൽ ഒരാളായി നിന്ന് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതെ, തീർച്ചയായും അതിനെക്കുറിച്ചൊരു ധാരണ എനിക്കുണ്ട്. ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും. അതെ, ആ സ്നേഹവും സഹകരണവും ഒക്കെ വോട്ടായി വരട്ടെ, വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി.